2023 മെയില് പ്രിലിംസിൽ തന്നെ ഫെയിലായി. അപ്പോ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ഈ കയറിന് വലിയ വാലിഡിറ്റി ഉണ്ട്. 24 അമ്മ പറഞ്ഞത് ശരിയായിരിക്കുമല്ലോ. അങ്ങനെ 2014 ഞാൻ പാസ്സായി. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്ന് വെച്ചാൽ 4 ഇയേഴ്സ് വേറെ ജോലിക്ക് പോകാതെ എന്റെ കൂടെ ഞാൻ കോയമ്പത്തൂരില് PSG കോളേജ് ഓഫ് ടെക്നോളജി, അവിടെ എല്ലാവരും ജോബ് പോയി എല്ലാവരും. അപ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടാതെ അമ്മ അച്ഛനക്ക് ബിസിനസ്സിലാണ് ഒത്താൾ ഞാനായിരുന്നു. പിന്നെ എന്നെ HOD IAS ആവുന്ന വിശ്വാസമില്ല. ഞാനിങ്ങനെ IAS പഠിക്കുന്നു പറഞ്ഞപ്പോ ഉമേഷ് നീ തമിഴിൽ പറയും, ഉമേഷ് നീ ഇലക്ട്രോണിക്സ് തന്നെ പ്രോപ്പർലി പഠിക്കാൻ മാറ്റിങ്ങനെ നീ എന്താ IAS ആകുമ്പോൾ ചോദിച്ചു. അത് കറക്റ്റായ ചോദ്യമാണ്. ബിക്കോസ് ഞാൻ 8 പോയിന്റർ ആയിരുന്നു. എന്റെ ക്ലാസ്സിൽ 9 പോയിന്റേഴ്സ്, CGPA 9 പോയിന്റേഴ്സ് 25 പേരുണ്ട്. ഞാൻ എന്റെ ക്ലാസ്സിൽ 26ാമത്തെ 27ാമത്തെ റാങ്ക് സ്റ്റുഡന്റ് ആണ്. സോ എന്റെ HOD ഡൗട്ട് ഉണ്ടായി, ഇങ്ങനെ എന്താ പ്ലേസ്മെന്റ് പോലും പോകാതെ IAS പഠിക്കുന്നു പറയുന്നു. സോ ആ സമയത്ത് ആ 4 ഇയേഴ്സ് അതായത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ജോലിക്ക് പോകാൻ തുടങ്ങി, വീട് വാങ്ങാൻ തുടങ്ങി, കല്യാണം തുടങ്ങി, കുട്ടിയാകാൻ തുടങ്ങി. ഒരു കുട്ടി എന്റെ ഫ്രണ്ടിന്റെ മോന് ഏജ് 4 ആയി. ആ ഫ്രണ്ട് എന്നോട് ചോദിക്കുന്നു, കുട്ടി IAS ആണെങ്കിൽ ഇപ്പൊ മുതൽ പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പോലും പാസ് ആയിട്ടില്ല, എന്റെ ക്ലാസ്സിൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ എനിക്ക് കോമ്പറ്റീഷൻ ആകണ്ട, ഞാൻ പാസ് ആയിട്ടില്ല. സോ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു ലൈഫിൽ. പക്ഷെ അത് എന്റെ പാരന്റ്സ്, എന്റെ കോളേജ് എക്സ്പോഷർ, എന്റെ സ്കൂൾ ടീച്ചേഴ്സിനാണ് ഞാൻ അവിടെ താങ്ക്സ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു പോയിന്റ് ഓഫ് ടൈമിലും ഞാൻ സ്ട്രെസ് ആയില്ല. അത് സത്യം, ഞാൻ ഇപ്പോ പറയുന്നതല്ല, ഞാൻ അപ്പോഴും ഇതേപോലെ തന്നെ. ബിക്കോസ് ഞാൻ ഇത്ര കൂടായിരുന്നത് കൊണ്ട് എന്റെ കോളേജില് IAS എങ്ങനെ പഠിക്കണം ക്ലാസ് എടുക്കാൻ വിളിക്കും. എനിക്ക് നാണം ഉണ്ടാവില്ലേ, ഞാൻ പാസ്സാക്കാനാണ് എങ്ങനെ ഒരു ക്ലാസ് എടുക്കും പ്ലീസ്. ഞാൻ എന്റെ കോളേജ് പ്രൊഫസേഴ്സിനെ വിളിക്കും, കരിയർ ഗൈഡൻസ് ക്ലാസ് പാസ്സായവരെന്നെ വിളിക്കണം. ഞാൻ എങ്ങനെ എടുക്കാൻ പറ്റും ക്ലാസ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ വരില്ല. പക്ഷെ അവരെന്നെ വിളിക്കാൻ കാരണം ഞാൻ അത്ര കോൺഫിഡന്റ് ആയിരുന്നു. കോൺഫിഡൻസ് പാസ്സാവുന്നല്ല, പാസ്സായില്ലെങ്കിലും ഒന്നുമില്ലാത്ത ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. സോ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്. അതിന്റെ മെയിൻ കാരണം, ഒരേ കാരണം എന്റെ സ്കൂൾ ടീച്ചേഴ്സ് ആണ്. എന്റെ സ്കൂൾ ടീച്ചേഴ്സ് അവിടെ എന്റെ സ്കൂളിൽ കരിയർ ഗൈഡൻസ് എല്ലാം പോലെ ഇതുപോലെ സംവിധാനങ്ങളെല്ലാം എന്റെ നാട്ടിൽ എന്റെ സ്കൂളിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ടീച്ചേഴ്സ്, എന്റെ ഫിസിക്സ് ടീച്ചർ, എന്റെ ഇംഗ്ലീഷ് ടീച്ചർ, എന്റെ ജിയോഗ്രഫി ടീച്ചർ, അവരെപ്പോഴും എന്റെ മാർക്സ് മാത്രം വെച്ച് അസസ് ചെയ്തിട്ടില്ല. ക്ലാസ് കഴിയുമ്പോൾ അവരുടെ ഈ സ്റ്റാഫ് റൂം ഉണ്ടാവും. സ്റ്റാഫ് റൂമിൽ പോയിട്ട് ലിറ്ററേച്ചർ കുറിച്ച് ചോദിക്കും. തമിഴ് ലിറ്ററേച്ചർ, ജയമോഹൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജയമോഹൻ ബുക്ക് എല്ലാം വായിക്കണമെന്ന് പറയും. ജയകാന്തൻ ബുക്ക് വായിക്കണമെന്ന് പറയും. കുറെ നോവൽസ് എല്ലാം എനിക്ക് സജസ്റ്റ് ചെയ്യും. കാടിന്റെ ഒരു നോവലുണ്ട്, ജയമോഹന്റെ ഒരു നോവൽ. ആ നോവൽ ഉപേക്ഷ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇല്ലാന്ന് എനിക്കത് ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് മീൻസ് വായിച്ചിട്ട് തിരിച്ചു തന്നെ പറഞ്ഞിട്ട് തന്നു. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ 16-17 പ്രായത്തിൽ എനിക്ക് നോവൽ മനസ്സിലായില്ല. അപ്പൊ എന്റെ മിസ് പറഞ്ഞു ഉറപ്പായിട്ടും ഒരു 25-30 ആവുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ തന്നെ ഇത് വായിക്കണമെന്ന് പറഞ്ഞത് എല്ലാ റീഡിങ്ങിലേക്കും ഒരു ലൈഫ് ഉണ്ട്. ഈ ഫിസിക്സിന് ഞാൻ 150 ഔട്ട് ഓഫ് 150 136 ആണ് എടുത്തത് ഒരു മോഡൽ എക്സാമിന്. സോ അതില് എന്റെ ടീച്ചർ പറയുന്നത് നന്നായിട്ട് പഠിക്കുമെന്ന് വഴക്ക് പറഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ സിനിമയെ കുറിച്ച് എന്നോട് സംസാരിക്കും. നല്ല സിനിമ ഒരു തമിഴ് സിനിമ ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കെ ബാലചന്ദ്രൻ അറിയാമോ നിങ്ങൾക്ക്? കെ ബാലചന്ദ്രന്റെ ഒരു മൂവി പുണ്ണകൈ എന്ന് പറഞ്ഞ ഒരു മൂവിയുണ്ട്. പുണ്ണകൈ മീൻസ് സ്മൈൽ. ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഒരു ഗവൺമെന്റ് സർവന്റ് നമ്മളെല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. യൂട്യൂബിൽ ഉണ്ടാവും. ഗാന്ധിയെ 3 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ഫ്രണ്ട് ഗാന്ധി, 3 പേരും ഗാന്ധി സ്റ്റാച്യൂവിൽ വെച്ച് പ്രോമിസ് ചെയ്തു കോളേജ് കഴിയുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഗാന്ധിയുടെ പാത്ത് ഫോളോ ചെയ്യുന്നു. സോ 3 പേരില് ഗാന്ധി പാത്ത് ഫോളോ ചെയ്യുന്ന ആൾ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ലൈഫില്. ബാക്കി 2 പേരും എങ്ങനെയാണ് ചീറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നു. പക്ഷെ ക്ലൈമാക്സില് ഇൻഫാക്ട് അതിൽ 3 പേര് ഗവൺമെന്റ് സർവന്റ് ആവും. അതിൽ ഒരാൾ കറപ്റ്റ് ആവും. പൈസ വാങ്ങുമ്പോ പുറകില് ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടാവും. അത് ഈ ഗ്ലാസ്സിൽ റിഫ്ലക്ട് ആവും. സോ ഗാന്ധി ഫോട്ടോ മറച്ചു വെച്ച് പൈസ വാങ്ങും. ബിക്കോസ് ഗാന്ധി എടുത്ത് പ്രോമിസ് ചെയ്ത്. പക്ഷെ ഒരാൾ മാത്രം ഗാന്ധിയെ ഫോളോ ചെയ്യാറുണ്ട്, ലൈഫ് ലോങ് ഫോളോ ചെയ്ത് ഒരു നല്ല ലൈഫ് ജീവിച്ച് അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ലൈഫിൽ ഒരു സക്സസ്, നോട്ട് ദ ട്രഡീഷണൽ ഡെഫിനേഷൻ ഓഫ് സക്സസ് കിട്ടും.
ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ടീച്ചറാണ്. ടീച്ചർ ഇതെല്ലാം പറയണമെന്ന് ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ പറയുന്നത്, ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ലൈഫ് മീൻസ് എന്താ, പിന്നെ ഫ്രണ്ട്ഷിപ്സ്, നല്ല ഫ്രണ്ട്ഷിപ്സ്. ഇപ്പൊ ബോയ്സ് ആൻഡ് ഗേൾസ് ഒരു കോ എഡ്യൂക്കേഷൻ സ്കൂളാണ്. ഗേൾസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഗേൾസിനെ എങ്ങനെ മിങ്കിൾ ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഒരു ഗേളിനെ. ബിക്കോസ് ഞങ്ങൾക്കെല്ലാം ആ ഏജിൽ, ഒരു അഡലസന്റ് ഏജില് ഒരു ഗേളോട് സംസാരിക്കുന്നത് അറിയില്ല, പ്രോപ്പർലി എക്സ്പോസ്ഡ് അല്ല. സിനിമ കണ്ട് വളർന്നതല്ല, അത് തമിഴ് സിനിമയിൽ വളരെ മോശമായ സിനിമകൾ കുറേ സമയത്തുണ്ട്. സോ എങ്ങനെ ഒരു ഗേൾ ഇന്ററാക്ട് ചെയ്യുന്നത് പോലും അറിയില്ല.